ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനിൽകുമാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 16 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ. മനുഷ്യ ശരീരത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും പഞ്ചേന്ദ്രിയങ്ങൾ എന്നും അറിയപ്പെടുന്ന 5 അവയവങ്ങളാണ് ഉള്ളത്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നിവയാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, ഈ സീരീസിലെ പാർട്ട് 15 വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈഫ് ഈസ് PSC കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ ടെലഗ്രാം ചാനലിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയം കണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ണിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് ഐസ് ഒഫ്താൽമോളജി ആണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി എന്നാണ്. ഔട്ടർ ലെയർ ഓഫ് ദി ഐ സ്ക്ലീറയാണ്. കണ്ണിൻ്റെ പുറമേയുള്ള പാളി സ്ക്ലീറയാണ് ദൃഢപടലം എന്നും അറിയപ്പെടുന്നു. മിഡിൽ ലെയർ ഓഫ് ദി ഐ കൊറോയിഡാണ്. കണ്ണിൻ്റെ നടുക്കുഭാഗത്തുള്ള പാളിയാണ് കൊറോയിഡ്, രക്തപടലം. ഇന്നർ ലെയർ ഓഫ് ദി ഐ റെറ്റിനയാണ്, ദൃഷ്ടിപടലം. കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? റെറ്റിനയാണ്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളിയും റെറ്റിന തന്നെയാണ്. അപ്പോൾ കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയും നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളിയും റെറ്റിനയാണ്. ദൃഷ്ടിപടലം എന്നും റെറ്റിന അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. റെറ്റിനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ലെൻസിന് മുമ്പിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. കണ്ണിൻ്റെ ലെൻസിന് മുമ്പിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഐറിസ്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. റോഡ് സെൽസാണ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്നത് ഈ റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ കാണാനും തീവ്ര പ്രകാശത്തിൽ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണ്. കോൺ സെൽസ് ആണ് നിറങ്ങൾ കാണാനും തീവ്ര പ്രകാശത്തിൽ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ. ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻറ്റ് ഓഫ് റോഡ് സെൽസ് റൊഡോപ്സിനാണ്. കണ്ണിലെ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു എന്താണ്? റൊഡോപ്സിൻ. ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻറ്റ് ഓഫ് കോൺ സെൽസ് അയഡോപ്സിനാണ്. അപ്പോൾ കണ്ണിലെ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു എന്താണ്? അത് അയഡോപ്സിനാണ്. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അറിയപ്പെടുന്നത് ലാക്രിമൽ ഗ്രന്ഥി എന്നാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്കാണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹവും സിങ്ക് തന്നെയാണ്. കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസാണ്. കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ബൈകോൺവെക്സ് ലെൻസാണ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനാവാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനാവാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനാവാത്ത അവസ്ഥ ദീർഘദൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനാവാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ.
നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിസ്മാറ്റിസം. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിസ്മാറ്റിസം. ഈ കണ്ണിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ലെൻസുകളുണ്ട്. ഈ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. അതുപോലെ ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസാണ്. എന്നാൽ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ലെൻസ് ബൈഫോക്കൽ ലെൻസുമാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്, വിഷമദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ അത് പരിഹരിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അടുത്തത് കണ്ണിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചാണ്. കണ്ണിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് കണ്ണിലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. കണ്ണിൽ അസാധാരണ മർദ്ദം ഉളവാക്കുന്ന അവസ്ഥ ഗ്ലോക്കോമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ണിൽ അസാധാരണ മർദ്ദം ഉളവാക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥ നിശാന്തത അഥവാ മാലക്കണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. നിശാന്തതയ്ക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എയുടെ കുറവാണ്. കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായി വരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായ അവസ്ഥയെ സിറോഫ്താൽമിയ എന്നാണ് വിളിക്കുന്നത്. ഇതും വൈറ്റമിൻ എയുടെ കുറവ് മൂലം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് മൂലം കണ്ണിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയയും. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് കോങ്കണ്ണ്. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം ശരിയായ വിധം നടക്കാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്ന് അറിയപ്പെടുന്നത്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥ വർണ്ണാന്ധത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വർണ്ണാന്ധത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ്. വർണ്ണാന്ധതയുടെ മറ്റൊരു പേര് ഡാൾട്ടനിസം എന്നാണ്. അങ്ങനെ പേര് വരാൻ കാരണം വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്റ്റികത കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയെ തിമിരം എന്നാണ് വിളിക്കുന്നത്. ലോകത്താദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. ലോകത്താദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? സുശ്രുതനാണ്. ട്രക്കോമ എന്ന രോഗം ബാധിക്കുന്നത് ഏതവയവത്തെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണിനെയാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് കുട്ടി ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോഴാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു കുട്ടി ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം 25 സെൻറ്റിമീറ്ററാണ്. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ്. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കെരാറ്റോപ്ലാസ്റ്റി. രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവിയാണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കോക്ലിയ. അപ്പോൾ കേൾക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? കോക്ലിയ ആണ്. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന അവയവവും ചെവിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന അവയവം ഏതാണ്? ചെവിയാണ്. തലച്ചോറിലെ അവയവം ചോദിച്ചാലാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന അവയവം ചെവിയാണ്. ചെവിയിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അപ്പോൾ ചെവിയിൽ കാണപ്പെടുന്ന 3 അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര
ചെവിയിൽ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് ശരി ഉത്തരം? 6 എന്ന് വേണം പറയാൻ. കാര്യം നമുക്ക് 2 ചെവി ഉള്ളതുകൊണ്ട് 2 ചെവിയിലും കൂടെ 6 അസ്ഥികളാണ് ഉള്ളത്. ഇതിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഇൻഡസ്. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേപ്പിസ് ആണ്. കാരണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ പറ്റിയുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓട്ടോലാരിങ്കോളജി എന്നാണ്. അപ്പോൾ ചെവി, മൂക്ക്, തൊണ്ട, അതായത് ENT കുറിച്ചുള്ള പഠനശാഖ എന്താണ്? ഓട്ടോലാരിങ്കോളജി ആണ്. അടുത്തത് നാവാണ്. നമുക്ക് രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നാവാണ്. അപ്പോൾ നാവിലെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ രുചികൾ തിരിച്ചറിയുന്നത്? സ്വാദ് മുകുളങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് രുചികൾ തിരിച്ചറിയാൻ കഴിയുന്നത്. പ്രാഥമിക രുചികളുണ്ട്. 4 എണ്ണമാണ് പ്രാഥമിക രുചികൾ. അത് മധുരം, കയ്പ്, പുളി, ഉപ്പ് എന്നിവയാണ്. മധുരത്തിന് കാരണമായ സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ്. അതുപോലെ പുളി, എരിവ് എന്നിവയ്ക്ക് കാരണമായ സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലും ആയിട്ടാണ്. കയ്പിന് കാരണമായ സ്വാദുമുകുളങ്ങൾ നാവിൻ്റെ ഉൾവശത്താണ് കാണപ്പെടുന്നത്. നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ്. അടുത്തത് മൂക്കാണ്. നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയുണ്ട്. അത് അനോസ്മിയ എന്നാണ് അറിയപ്പെടുന്നത്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഘ്രാണശേഷി ഏറ്റവും കൂടിയ ജീവി ഷാർക്കാണ്, സ്രാവ്. അതുപോലെ ഘ്രാണശക്തി ഏറ്റവും കൂടിയ സസ്തനി എന്ന് ചോദിച്ചാൽ അത് നായയാണ്. അടുത്തത് 5ാമത്തെയും അവസാനത്തെയും ഇന്ദ്രിയമായ ത്വക്കിനെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും ത്വക്ക് തന്നെയാണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും സ്കിന്ന് തന്നെയാണ്. അപ്പോൾ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? മെലാനിനാണ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ആ ദ്രാവകമാണ് സീബം. മെലാനിൻ്റെ കുറവ് മൂലം ത്വക്കിനുണ്ടാകുന്നൊരു രോഗമാണ് ആൽബനിസം എന്ന് പറയുന്നത്. പാണ്ട എന്നൊക്കെ അറിയപ്പെടും. മെലാനിൻ്റെ കുറവ് മൂലമാണ് ആൽബനിസം ഉണ്ടാകുന്നത്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ആൽബനിസം. ത്വക്കിലുണ്ടാകുന്ന അരിമ്പാറയ്ക്ക് കാരണം വൈറസാണ്. ത്വക്കിൽ തൊലി ചുരുണ്ടുകൂടി വരുന്ന ഒരു അസുഖമാണ് അരിമ്പാറ. അത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ത്വക്കിനെ ബാധിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ത്വക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കൂടുതൽ ക്ലാസ്സുകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.